ആദ്യം തന്നെ ഒരു ഗണേഷ് സാറ് പറഞ്ഞ ഒരു വാക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഏറ്റവും വലിയ ലഹരി സക്സസ് ആണെന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഏറ്റവും വാലിഡായിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു എനർജി കിട്ടുള്ളൂ. ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, ഞാൻ ഗൾഫിൽ നിന്ന് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ജോലി ഉപേക്ഷിച്ച് വന്നൊരു വ്യക്തിയാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ചലഞ്ചിങ് നേരിടേണ്ടി വന്നു, ഒരുപാട് ചലഞ്ചസ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും വലിയ ഒരു 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 നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നല്ലൊരു ജോലിയിൽ ഇരുന്നിട്ട് അത് ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ നിന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ഉറച്ച ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ ഞാൻ വിജയിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. എനിക്കൊരു പോസിറ്റീവ് ഗുണമുള്ളത്, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര താഴത്തെ ലെവലിൽ പോയിട്ടായാലും ഞാനത് ചെയ്യാൻ ശ്രമിക്കും. വിജയിക്കുന്നു ഇല്ല എന്നുള്ളത് പിന്നീടുള്ള കാര്യം. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഫാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പൂർണ്ണമായിട്ടും ഒരു കൃഷിയിലേക്ക് വന്നത് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ നിന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാം, ഒരു ഓർഗാനിക് ഇൻ്റഗ്രേറ്റഡ് ഫാം ആയിരുന്നു ആദ്യം എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് നാടൻ പശുക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു 40 ആടുകളുടെ ആദ്യം 10 ആടിനെ മേടിച്ചു. അങ്ങനെ ഡെവലപ്പായി ഒരു 40 ആടിലേക്കൊക്കെ എത്തിയതിന് ശേഷം പൂർണ്ണമായിട്ടും ഒരു 3.5 ഏക്കർ സ്ഥലം ലീസിനെടുത്തിട്ട് പച്ചക്കറി കൃഷിയിലേക്കൊക്കെ വന്നു. അതിൽ പല പരാജയങ്ങളും ആദ്യത്തെ സമയത്തുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 9 ലക്ഷം രൂപയോളം കയ്യിൽ നിന്ന് പോയൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഞാൻ കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ പിന്മാറാനായിട്ട് ഞാൻ തയ്യാറായിരുന്നില്ല. പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് കൊല്ലം ജില്ലയിലെ മികച്ച ജൈവകർഷകനുള്ള സംസ്ഥാന അവാർഡ് 2023-24 2023-24 അക്ഷയശ്രീ സരോജിനി ദാമോദരൻ അവാർഡും കൊല്ലം ജില്ലയിലെ മികച്ച ജൈവകർഷകനുള്ള ഫെഡറൽ ബാങ്ക് അവാർഡും മേടിക്കാൻ എനിക്ക് സാധ്യമായത് സാറ് പറഞ്ഞ ഒരൊറ്റ പോയിൻ്റാണ്. നമുക്കുടെ വിജയം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ ഒരു എനർജി. ഇപ്പോൾ ആ ഒരു വിജയത്തിൽ കിട്ടുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫീല് വേറെ ഒന്നിലും കിട്ടില്ല. ഇപ്പോൾ 2 വർഷം കൊണ്ട് ജില്ലയിലെ മികച്ച സർവീസിങ് ചെയ്യുന്ന എക്കോ ഷോപ്പിനുള്ള അവാർഡും നമുക്ക് തന്നെയാണ്. അതിപ്പോൾ അനൗൺസ് ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ പബ്ലിക്കിന് സർവീസ് നൽകുന്ന മികച്ച കൊല്ലം ജില്ലയിലെ എക്കോ ഷോപ്പ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എക്കോ ഷോപ്പ്, അത് പുനർജനി എക്കോ ഷോപ്പ് ഞാൻ നടത്തുന്ന നമ്മുടെ എക്കോ ഷോപ്പിനാണ്. അപ്പോൾ ഇതെല്ലാം കാരണമായതിന് ഒരു പ്രധാന കാര്യം നമ്മുടെ ഗ്രീൻ പ്ലാനറ്റാണ്.